പാൽക്കുളങ്ങരയിൽ വിശാഖ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആക്ഷേപവുമായി കുടുംബം രംഗത്ത്. വിശാഖിനെ അപായപ്പെടുത്താൻ കാപ്പ കേസ് പ്രതിയായ പ്രദീപ് ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വിശാഖിന്റെ അമ്മ വഞ്ചിയൂർ പോലീസിലും മാർച്ച് മാസത്തിൽ പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതാണ്. പ്രദീപ് കാപ്പ കേസിലെ പ്രതിയാണെന്നും മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കൈതമുക്കിൽ വഞ്ചിയൂർ പാസ്പോർട്ട് ഓഫീസിന് സമീപം ചമ്പക്കടയിൽ പട്ടാപ്പകൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 4 പേരെയും പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്നലെ പിടികൂടിയിരുന്നു. ചമ്പക്കട സ്വദേശിയും കൊല്ലപ്പെട്ട വിശാഖിന്റെ അയൽവാസിയുമായ മുഖ്യപ്രതി പ്രദീപ്, കൂടെയുണ്ടായിരുന്ന 3 കൂട്ടാളികൾ എന്നിവരാണ് അറസ്റ്റിലായത്. പുലേനാർ കോട്ടയിലെ ആശുപത്രി പരിസരത്തുള്ള കാട് മൂടിയ പറമ്പിൽ നിന്നാണ് ഇവരെ വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പാൽക്കുളങ്ങര സ്വദേശിയായ വിശാഖ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള 4 സംഘം വിശാഖിനെ വീട്ടിന് മുന്നിലെ റോഡിൽ വെച്ച് വാളുകൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം KL 27 Q 9286 എന്ന ഓൾട്ടോ കാറിലാണ് അക്രമി സംഘം സംഭവ സ്ഥലത്തുനിന്ന് കടന്നുകളഞ്ഞത്. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ വാഹനം പുലേനാർ കോട്ടയിലെ ഒരു ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് അടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സ്ഥലത്തുനിന്ന് 3 പേർ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടതായി സാക്ഷിമൊഴിയുണ്ടായിരുന്നുവെങ്കിലും വാഹനം കിടന്ന പറമ്പിനോട് ചേർന്നുള്ള കാട് പിടിച്ച പ്രദേശത്തേക്ക് ഇവർ കടന്നിരിക്കാമെന്ന സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞില്ല. തുടർന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. പോലീസ് നായ മണം പിടിച്ച് കാട് പിടിച്ച ഭാഗത്തേക്ക് ഓടിയെത്തിയതോടെയാണ് പോലീസ് പ്രദേശം വളഞ്ഞ് തെരച്ചിൽ ശക്തമാക്കിയത്. തുടർന്നുള്ള മിന്നൽ പരിശോധനയിലാണ് 4 പ്രതികളെയും പോലീസ് കൈയോടെ തൂക്കിയത്. കാറിനുള്ളിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന രക്തക്കറ പുരണ്ട വെട്ടുകത്തികളും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു. പ്രതികൾ മദ്യപിച്ച ശേഷമാണ് അരുംകൊലയ്ക്ക് മുതിർന്നതെന്നാണ് പോലീസ് നിഗമനം. വർഷങ്ങളായി വിശാഖും പ്രദീപും തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി വഴിത്തർക്കമാണ് ഒടുവിൽ രക്തച്ചൊരിച്ചിലിൽ കലാശിച്ചത്. മുൻപ് ഇവർ BJP പ്രവർത്തകരായിരുന്നുവെങ്കിലും കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളില്ലെന്ന് നാട്ടുകാരും പോലീസും വ്യക്തമാക്കി. കഴിഞ്ഞ ഡിസംബറിൽ തർക്കത്തിനിടെ വിശാഖ് പ്രദീപിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന വിശാഖ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇതിന്റെ തുടർച്ചയായുള്ള പകയാണ് ഇപ്പോഴത്തെ അരുംകൊലയ്ക്ക് കാരണം. ജീവന ഭീഷണിയുള്ളതിനാൽ ജയിൽ മോചിതനായ ശേഷം മലയൻകീഴിലെ വീട്ടിലായിരുന്നു വിശാഖ് താമസം. എന്നാൽ സംഭവത്തിന് 2 ദിവസം മുൻപും ഇരുവരും തമ്മിൽ വീണ്ടും വാക്കേറ്റമുണ്ടായിരുന്നു. ഞായറാഴ്ച വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാത്തതിനാൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു വിശാഖ്. ഈ സമയം കാറിലെത്തിയ പ്രദീപും സംഘവും വിശാഖിനെ തടഞ്ഞു നിർത്തി വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയായിരുന്നു. കൈക്കും കാലിനും വയറിനും മാരകമായി വെട്ടേറ്റ വിശാഖ് രക്തത്തിൽ കുളിച്ച് റോട്ടിലേക്ക് വീണു. മകന് വെട്ടേറ്റ വിവരമറിഞ്ഞ് അമ്മ ഓടിയെത്തുമ്പോൾ വിശാഖ് വേദന കൊണ്ട് പൊളയുകയായിരുന്നു. അമ്മ, എനിക്ക് വെള്ളം വേണം എന്ന് വിശാഖ് യാചിച്ചതിനെ തുടർന്ന് അമ്മ വെള്ളം നൽകിയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനാൽ എണീപ്പിക്കാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വഴിമധ്യേ മരണപ്പെട്ടു.